KTDC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിനു പിന്നാലെ പ്രതികരണവുമായി CPIM നേതാവും മുൻ MLAയുമായ PK ശശി. ആരെയും സമ്മർദ്ദത്തിലാക്കാനല്ല രാജിയെന്നാണ് പ്രതികരണം. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജിവെച്ചത് എന്നും 24നോട് PK ശശി പറഞ്ഞു. ആ പ്രതികരണത്തിലേക്ക്. ആരെയും സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടിയല്ലല്ലോ രാജിവെക്കുന്നു. അങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ ആരുടെയെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറുള്ള ഒരു പാർട്ടി അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ഒരാശങ്കയും എനിക്കില്ല. ആരെയും സമ്മർദ്ദത്തിലാക്കുന്നതല്ല. ഇത് തികച്ചും വ്യക്തിപരമായ കാരണം കൊണ്ടാണ്. തുടർന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഡോക്ടർ, KTDC മികച്ച രീതിയിൽ നയിച്ച ഒരു ചെയർമാൻ എന്ന രീതിയിൽ താങ്കളുടെ രാജി മുഖ്യമന്ത്രി സ്വീകരിക്കാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? അദ്ദേഹത്തിന് KTDCയുടെ ചുമതല ഏറ്റെടുത്ത സന്ദർഭത്തിൽ എന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഉള്ള ധാരണ ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കറിയാം. പക്ഷേ രാജി കൊടുത്തത് ഞാനാണല്ലോ. അതുകൊണ്ട് രാജി സ്വാഭാവികമായിട്ടും അവർ സ്വീകരിക്കണമല്ലോ. എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് PK ശശിയുടെ നീക്കമെന്നാണ് സൂചന. അടുത്ത മാസം 5-ന് പാലക്കാട് കൽമണ്ഡപം പാർവതി കല്യാണ മണ്ഡപത്തിൽ PK ശശി CPM വിമത കൺവെൻഷൻ വിളിച്ചു ചേർത്തു എന്നാണ് വിവരം. രാജിക്കാര്യം അറിഞ്ഞത് നവമാധ്യമങ്ങളിലൂടെയെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പ്രതികരിച്ചു. പാർട്ടിയിൽ നിന്ന് അദ്ദേഹം നിലവിൽ പോയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പോയിട്ടില്ലല്ലോ. അപ്പം നിലവിൽ പാർട്ടി മെമ്പറാണ്. അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് പാർട്ടിയിൽ നിന്ന് പോവുകയാണെങ്കിൽ തിരിച്ചടിയാവാൻ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ചോദ്യത്തിന് തന്നെ ഒരു പ്രസക്തിയില്ലാത്ത ചോദ്യമാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതിന് ശേഷം ഇത് ചോദ്യം ചോദിക്കുക. അല്ലാത്ത ചോദ്യത്തിന് ഒരു അർത്ഥമില്ല. PK ശശി പാർട്ടി വിട്ടേക്കുമെന്ന റിപ്പോർട്ടുകളിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നാണ് CPM നേതാക്കളായ AK ബാലനും K രാധാകൃഷ്ണൻ MPയും പറഞ്ഞത്. എന്നോട് ചോദിച്ചിട്ടെന്താ കാര്യം? അല്ലാതെ അത് എന്നോട് ചോദിച്ചിട്ടെന്താ കാര്യം? ഇതൊക്കെ എൻ്റെ അടുക്കെന്നല്ലേ ഉത്തരം കിട്ടണ്ട്. ശശി രാജിവെച്ചിരിക്കുന്നു. ഞാനെന്താ ഇപ്പൊ പറയേണ്ടത്? ഞാൻ ജോലിച്ചനൊന്നും അല്ലല്ലോ കാര്യത്തിൽ. അതൊക്കെ വരട്ടെ, അന്നേരം പറയാം. അദ്ദേഹം KTDC ചെയർമാനായിരുന്നു. ചെയർമാൻഷിപ്പ് ഏകദേശം ഒരു മാസം കൂടി ഉണ്ടാവും. അഡ്വാൻസ് ആയിട്ട് ചിലപ്പോൾ രാജിവെച്ചതായിരിക്കും എന്നാണ് കരുതുന്നത്. കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയില്ല. അങ്ങനെ ഒരാളങ്ങോട്ട് നീക്കം നടത്തിയ തിരിച്ചു വരികയും നീക്കം നടത്തിയ പുറത്തു പോവുകയും ചെയ്യുന്ന പാർട്ടിയല്ലല്ലോ ഇത്. അത് കൃത്യമായിട്ട് പരിശോധന നടത്തിയിട്ടാണ് പാർട്ടി ഉൾക്കൊള്ളുക, അറിഞ്ഞ് റിജക്ട് ചെയ്യുക. വാർത്തയുടെ വിവരങ്ങളുമായി ഷാരിഖ് നവാസും ശ്രീജിത്ത് ശ്രീകുമാരനും ചേരുന്നു. ആദ്യം ഷാരിഖിലേക്ക്. ഷാരിഖ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി PK ശശി UDFന്റെ സ്ഥാനാർത്ഥിയായേക്കും തുടങ്ങിയ വാർത്തകൾ, അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. ഇപ്പോൾ അദ്ദേഹം KTDCയുടെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. പാർട്ടിക്ക് പുറത്തേക്ക് UDFിലേക്ക് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ദിൽന, തീർച്ചയായും അദ്ദേഹത്തിന്റെ വാക്കുകളിലെല്ലാം ആ അതൃപ്തി പ്രകടമാണ്. കാരണം 2 വർഷത്തോളമായി CPM ബ്രാഞ്ച് അംഗമായി മാത്രം തുടരുന്ന PK ശശി പാർട്ടി വിട്ടേക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെല്ലാം. കാരണം അദ്ദേഹം പുതിയൊരു പാർട്ടിയുടെ ഭാഗമാകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ എന്ന പാർട്ടി രൂപീകരിച്ച് അതിന്റെ ഭാഗമായി ആ പാർട്ടി UDFിൽ ലയിച്ച് അത് ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തേക്ക് ഉൾപ്പെടെ വരുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അത്തരത്തിലുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഈ KTDC ചെയർമാൻ സ്ഥാനം ഉടനെ രാജിവെക്കാനുള്ള തീരുമാനത്തിലേക്ക് ഉൾപ്പെടെ ശശി മുന്നോട്ട് പോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം പെട്ടെന്ന് തന്നെ ഇനിയും ദിവസങ്ങളോളം ഈ KTDC ചെയർമാൻ സ്ഥാനത്തിന്റെ കാലതാമസം ബാക്കി നിൽക്കുകയാണ്. പെട്ടെന്നുള്ള ഈ രാജി, അപ്പോൾ ഈ രാജി മുഖ്യമന്ത്രി സ്വീകരിക്കണമല്ലോ എന്ന് തന്നെയാണ് ശശി അല്പസമയം മുമ്പ് 24 ഉൾപ്പെടെ പ്രതികരിക്കുമ്പോൾ നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനു മുമ്പ് നമ്മൾ CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബുവിന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം തേടിയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് CPIM ജില്ലാ നേതൃത്വത്തോട് ആലോചിച്ചിട്ട് അല്ല ഈ KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ ശശിയുടെ നീക്കങ്ങളെല്ലാം അതീവ രഹസ്യമായിരുന്നു. ഈ CPIM വിമതരെ കൂട്ടിച്ചേർത്തുള്ള ഒരു പാർട്ടി രൂപീകരിക്കാൻ തന്നെയാണ് തീരുമാനം. അത്തരത്തിലൊരു പാർട്ടി രൂപീകരിച്ചു കഴിഞ്ഞാൽ അത് UDFന്റെ ഭാഗമായി ചേർന്ന് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിലോ അതുമല്ലെങ്കിൽ ഒറ്റപ്പാലം മണ്ഡലത്തിലോ PK ശശി
മത്സരിച്ചേക്കുമെന്ന ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ ഇത്തരം നീക്കങ്ങളെല്ലാം ഉണ്ടായാൽ CPIM-ന് അത് വലിയ തിരിച്ചടിയായി മാറും. കാരണം അടുത്തിടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റായ സുരേഷ് UDF-ന്റെ ഭാഗമായി. അപ്പോൾ ഇത്തരത്തിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം ഉണ്ടായാൽ അത് തെരഞ്ഞെടുപ്പിൽ CPIM-ന് വലിയ തിരിച്ചടിയായി മാറും. അപ്പോൾ ഇനി ശശിയുടെ പ്രതികരണങ്ങൾ കൂടുതലായി വരേണ്ടതുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ അല്പസമയം സമയത്തിന് ശേഷം ശശി വീണ്ടും മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ UDF-ന്റെ ഭാഗമായാൽ ശശി മത്സര രംഗത്തേക്ക് തന്നെ വരുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഈ KTDC ചെയർമാൻ സ്ഥാനം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് എത്തി നേരിട്ട് തന്നെയാണ് അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ രാജി സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ള വിവരങ്ങൾ ഇനി വരേണ്ടതുണ്ട്. CPIM-ൽ നിന്ന് വിട്ടുപോകില്ല എന്നാണ് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു അല്പസമയം മുമ്പ് പറഞ്ഞത്. ശശി അത്തരത്തിലുള്ള തീരുമാനങ്ങളെല്ലാം ഇനി വരും മണിക്കൂറുകളിൽ വിശദീകരിക്കുക തന്നെ വേണം. ജില്ല നാളുകളായി പാലക്കാട് CPM-നുണ്ടായ ആ വിഭാഗീയത, ആ പ്രശ്നങ്ങൾ അത് മറന്നെങ്കിൽ പുറത്തു വരികയാണ്. ഷാരിഖ് നവാസാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, വിമതരുടെ കൺവെൻഷൻ വിളിച്ചിരിക്കുകയാണ് PK ശശി. അടുത്ത മാസം 5-ന് കൺവെൻഷൻ നടക്കും. എത്രത്തോളം പിന്തുണ വിമതരിൽ നിന്ന് CPM-ന്റെ വിമതരിൽ അദ്ദേഹത്തിനുണ്ട്? എന്താണ് PK ശശിയുടെ തുടർ നടപടി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്? ദിൽന, ഒരു തർക്കവും വേണ്ട, CPM-ന്റെ പ്രബലനായ നേതാവ് തന്നെയായിരുന്നു പാലക്കാട് ജില്ലയിൽ PK ശശി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അവസാന വാക്ക് ഒരു ഘട്ടം, ഒരു 2 വർഷം മുൻപ് വരെ അത് PK ശശി എന്ന് മാത്രമായിരുന്നു. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആയതിനു ശേഷം മാത്രമാണ് അതിലൊരു മാറ്റം വന്നത്. സുരേഷ് ബാബുമായി അദ്ദേഹം ഉടക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം, നിലവിൽ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന CK രാജേന്ദ്രനുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമാണ് ആ ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി നടപടി നേരിടുന്നത്. പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരായ ചില നീക്കങ്ങൾ, അതിന്റെ പാർട്ടിയുടെ അച്ചടക്ക നടപടി നേരിടുന്നു. പാർട്ടി അംഗമായി ബ്രാഞ്ചിലേക്ക് തരം താഴ്ന്നൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് അദ്ദേഹം പാർട്ടി യോഗങ്ങളിലോ പാർട്ടി വേദികളിലോ ഒന്നും തന്നെ കാര്യമായി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പക്ഷേ CITU-ന്റെ പരിപാടികളിൽ വളരെ സജീവമായി തന്നെ PK ശശി പല മേഖലകളിലും പങ്കെടുക്കാൻ ശ്രമിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ CITU-ന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. അഖിലേന്ത്യാ ജനറൽ കൗൺസിൽ അംഗമായി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. CITU-ന്റെ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ സംസ്ഥാന ഭാരവാഹിയായും നിലവിൽ PK ശശി പ്രവർത്തിച്ചു വരികയാണ്. ആ സമയത്താണ് KTDC-യുടെ ചെയർമാൻ സ്ഥാനം അനാരോഗ്യം ചൂണ്ടിക്കാട്ടിയുള്ള രാജി എന്ന് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ നിന്നും അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനാരോഗ്യമാണ് തന്റെ രാജിക്ക് കാരണമെന്ന് അദ്ദേഹം പറയുമ്പോൾ പാർട്ടിയോടുള്ള ഒരു വിയോജിപ്പ് കൃത്യമായ രീതിയിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ രാജിവെച്ചതെന്ന് ചോദിച്ചിട്ടൊന്നും വ്യക്തമായ ഉത്തരം PK ശശി നൽകുന്നില്ല താനും. എന്തായാലും മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിലുള്ള സന്ദേശം നൽകി തന്നെയാണ് PK ശശി തിരുവനന്തപുരത്ത് നിന്ന് മണ്ണാർക്കാട്ടേക്ക് പാലക്കാട്ടേക്ക് മടങ്ങിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ 5-ാം തീയതിയാണ് ഒരു കൺവെൻഷൻ PK ശശി വിളിച്ചു ചേർത്തിരിക്കുന്നത്. അത് പാലക്കാട് കൽമണ്ഡപത്തെ പാർവതി കല്യാണ മണ്ഡപത്തിലായിരിക്കും ആ കൺവെൻഷൻ എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഡെമോക്രാറ്റിക് മാർക്സിസ്റ്റ് ഫെഡറേഷൻ അത് നിലവിൽ രൂപീകരിച്ചത് കൊഴിഞ്ഞാമ്പാറയിലെ വിമത കൂട്ടായ്മയാണ്. സതീഷിന്റെ നേതൃത്വത്തിലും വിജയാനന്ദന്റെ നേതൃത്വത്തിലൊക്കെയാണ് രൂപീകരിച്ചത്. പക്ഷേ വിജയാനന്ദ് വീണ്ടും പാർട്ടിയിലേക്ക് തിരിച്ച് പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. നമ്മൾ എടുത്തു പറയുന്നു, ചില സസ്പെൻസുകളുണ്ട് PK ശശിയോടൊപ്പം പോകുന്ന ആളുകളുടെ കാര്യത്തിൽ. അത് വടക്കഞ്ചേരിയിലെ ഒരു മുൻ ഏരിയ സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ ശ്രീകൃഷ്ണപുരത്തെ ഒരു മുൻ ഏരിയ സെക്രട്ടറി ഉണ്ട്, വടക്കഞ്ചേരിയിൽ തന്നെ ഒരു മുൻ ഏരിയ കമ്മിറ്റി അംഗമുണ്ട്. ഇവരൊക്കെ പാർട്ടി നടപടി നേരിട്ടവരാണ്. ഈ നടപടി നേരിട്ട ആളുകളും അതൃപ്തരായ ആളുകളെയും ഒക്കെ തന്നെ കൂട്ടിച്ചേർക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒറ്റപ്പാലത്ത് ഒരു മുൻ ലോക്കൽ സെക്രട്ടറി, ലക്കിടിയിലെ ലോക്കൽ സെക്രട്ടറി, അങ്ങനെ ഒരു സമുന്നതനായ നേതാവ്, സംസ്ഥാന ഭാരവാഹി, സർവീസ് സംഘടനയുടെ ആയിരുന്നയാൾ അടക്കം രീതിയിൽ CPM വിമതരുടെ പിന്തുണ PK ശശിക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിമത കൺവെൻഷൻ മാർച്ച് 5-നാണ്. ഇപ്പോൾ KTDC-യുടെ ചെയർമാൻ സ്ഥാനമാണ് അദ്ദേഹം രാജിവെച്ചത്. മറ്റ് കാര്യങ്ങളിൽ എന്താകുമെന്നത് വരും മണിക്കൂറുകളിലാണ് വ്യക്തമാവുക. പാലക്കാട് നിന്ന് ഷാരിഖ് നവാസും ശ്രീജിത്ത് ശ്രീകുമാരനുമാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.